അപ്പൊ നമ്മുടെ ഈ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം, ഡിസിപ്ലിൻ വേണം ജീവിതത്തിൽ. ഇത് ഡോക്ടർമാർ പറയാൻ വേണ്ടി കാത്തിരിക്കരുത്. നമ്മുടെ ദീൻ അതാണ്. രാവിലത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു ചെറിയ സ്നാക്ക്, ഉച്ചഭക്ഷണമാകുമ്പോൾ ലഞ്ച്, അസറാകുമ്പോൾ ഒരു സ്നാക്ക്, മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ഡിന്നർ. നമ്മുടെ പ്രയർ ടൈമും നമ്മുടെ ഫുഡ് ടൈമിങ്ങും എത്ര കൃത്യമാണ്. വളരെ അതിന് നമ്മുടെ നിസ്കാരത്തിനനുസരിച്ച് നമ്മുടെ ഭക്ഷണത്തെ നമ്മൾ അലൈൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് രാവിലെ ഇറങ്ങുന്ന ജോലി, രാവിലെ ഇറങ്ങി പുറപ്പെടുന്നത്, വീടുകളിൽ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഉറക്കൊഴിഞ്ഞ ആളുകൾക്ക് ശരി രാവിലെ ഉറക്കൊഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ് മനാമുക്കും ബിൽ ലൈലി വന്നഹാർ, അള്ളാഹു നിങ്ങൾക്ക് രാത്രിയിലും പകലിലും ഉറക്ക് നൽകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിടത്ത് ബിന്നഹാർ, പകലിൽ നൽകുന്ന ഉറക്ക് എന്നതിന് മുഫസ്സിരീങ്ങൾ കൊടുത്തത് രാത്രി അധ്വാനിക്കുന്ന പട്ടാളക്കാർ, പോലീസുകാർ, നഗരം കാക്കുന്നവർ, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്നവർ, അവർക്ക് പകൽ കിടന്നുറങ്ങേണ്ടി വരും. അവരുടെ ഉറക്കത്തെയാണ് അള്ളാഹു മാനിച്ചത്. അത് നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരെ കുറിച്ചാണ്. അല്ലാതെ വെറുതെ അലസമായി കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊക്കെ പെണ്ണുങ്ങളെ, സഹോദരങ്ങളെ, രാവിലത്തെ ഉറക്കിൻ്റെ ഒരു സുഖം അല്ലേ. കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് മൂടി പൊതിച്ചൊന്ന് കിടക്കാൻ. പുണ്യനിബിധങ്ങൾ നമ്മളോട് അധ്വാനിക്കാൻ പറഞ്ഞത് രാവിലെയാണ്. നിങ്ങൾ രാവിലെ പുറപ്പെടണം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തികൾക്ക് അവർ രാവിലെ ചെയ്യുന്ന ജോലികളിൽ ബറക്കത്ത് ചെയ്യണമേ. ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞൊരു വലിയൊരു മനോഹരമായ ആയത്താണ് സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ ആയത്ത്. ഞാൻ അതിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നബിയെ അങ്ങേക്ക് അല്ലാഹു നൽകിയ ഭൗതികമായ സൗകര്യങ്ങളിൽ പരലോകത്തെ അങ്ങ് ലക്ഷ്യമാക്കണമേ. വാഹനമുണ്ട്, കാറ് മനുഷ്യന്മാർ വാങ്ങിക്കുന്നുണ്ട്. കാറില്ലാത്ത, ഒരു ബൈക്കെങ്കിലും ഇല്ലാത്ത വീടുകളിൽ നിന്ന് ഇല്ല എന്ന് പറയലാവും. ഇല്ലാത്തതുണ്ട് തീർച്ചയായും, പക്ഷേ കൂടുതലും ആളുകൾ വാഹനം ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തിന് പോകാൻ, പള്ളിയിലേക്കെത്താൻ, ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ പോയി കാണാൻ, ഏതെങ്കിലും ഒരു ദീനിന്റെ സദസ്സിലേക്ക്, സ്വലാത്തിന്റെയോ ദിക്റിന്റെയോ ഇൽമിന്റെയോ മജ്ലിസിലേക്ക് പോകാൻ, പഠിക്കാൻ, ജോബിന് പോകാൻ, അധ്വാനിക്കാൻ, ഹലാലായ അള്ളാഹു നമുക്ക് അനുവദിച്ച എന്റർടൈൻമെന്റുകൾ, അതിനൊക്കെ പോകാം. യാത്രകൾ ഹലാലായ എന്റർടൈൻമെന്റ് ആണ്, അത് ചെയ്യാം. മനുഷ്യൻ യാത്ര ചെയ്യണമെന്നാണ്. യാത്ര ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ ചിന്തകളും മനുഷ്യന്റെ മനസ്സിനും വികാസം ഒക്കെ ഉണ്ടാകുന്നത്. യാത്ര ചെയ്യുമ്പോഴാണ്. യാത്ര ഒരു ഖിത്അത്തും മിനൽ അദാബ്, ഒരു കഷ്ണം അദാബാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം യദഉ തുആമഹു വശറാബഹു വഅഹ്ലഹു, ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ട ഭക്ഷണവും പാനീയവും തന്റെ വീട്ടുകാരെയൊന്നും യാത്രയിൽ കൂടെ കൂട്ടാൻ അധികവും പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് യാത്ര ഒരു അദാബിന്റെ കഷ്ണമാണ്, അങ്ങനെ പറയും. അത് ഏത് യാത്രയാണെങ്കിലും യാത്ര മനുഷ്യൻ പോകണം. അത് ഒരു ഹലാൽ, പടച്ചവൻ ഹലാലാക്കി തന്ന എന്റർടൈൻമെന്റ്. കള്ളുപിടിക്കാനും ചീട്ട് കളിക്കാനും പെണ്ണുപിടിക്കാനും ഒന്നുമല്ലല്ലോ. അല്ലാഹുവിന്റെ ഭൂമിയെ കാണണം, പ്രപഞ്ചത്തെ കാണണം. ഭൂമിയുടെ ജിയോഗ്രഫി ഓരോ നാടിനെയും വ്യത്യസ്തമായിട്ടാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്. അതിന് സൗകര്യവും സമയമുള്ളവർ ചെയ്യണം, അത്രേ പറയുന്നുള്ളൂ. ജീവിച്ചു പോകാൻ തന്നെ പൈസ ഇല്ലാണ്ടിരിക്കും, പിന്നെ എങ്ങനെയാ ട്രാവൽ ചെയ്യാന്ന് ചോദിക്കേണ്ട. സൗകര്യമുള്ളവർ ചെയ്യണം. വെറുതെ കാശട്ടിക്ക് വെച്ചിട്ട് കിടന്നുറങ്ങി മക്കൾ മരണശേഷം അടിച്ചു മാറ്റി അവരടിച്ചു പൊളിക്കും. നിങ്ങൾക്കത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല, അതുകൊണ്ടൊരു ഉപകാരവും കിട്ടില്ല. വെറുതെ പിഷ്കന്മാരായി ജീവിച്ച് മരിച്ചു പോയിട്ടൊരു കാര്യമില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഉപകാരപ്പെടുന്ന നന്മകൾ ചെയ്യണം. ഹലാലായി നിങ്ങൾക്ക് അനുവദിച്ച എന്റർടൈൻമെന്റുകൾ അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ആഖിറമാണ് നമ്മുടെ ലക്ഷ്യം. ജോലി ചെയ്യുമ്പോഴും ആഖിറമാണ് ലക്ഷ്യം, കച്ചവടം ചെയ്യുമ്പോഴും ആഖിറമാണ് ലക്ഷ്യം. അതുകൊണ്ട് നബിയേ വലാ തൻസ നസീബക മിനദ് ദുനിയാ, ഈ ലോകത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ ആസ്വാദനങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചത് നിങ്ങൾക്ക് എടുക്കാം. അതങ്ങ് മറന്നു പോവരുത്. നല്ല വസ്ത്രം ധരിക്കുക. തങ്ങളോട് ചോദിച്ചു ഒരു സ്വഹാബി, നബിയെ ഞാൻ നല്ല വസ്ത്രമിടാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, നല്ല ചെരുപ്പ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഇത് അഹങ്കാരമാണോ?
ബ്രാൻഡുകൾ ഇഷ്ടപ്പെട്ട ചില ആളുകൾക്ക് ഈ ബ്രാൻഡിന്റെ ക്രൈസ് വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. ബ്രാൻഡ് തെരഞ്ഞു പോകും, അതുള്ളിടത്ത് പോയി വാങ്ങിക്കും. 2000-നോ 3000-നോ കിട്ടുന്ന ഷർട്ട് 30,000 40,000 കൊടുത്തിട്ട് ബാൽമൻ പാരീസും ടോമിയും അങ്ങനെ വലിയ വലിയ ബ്രാൻഡുകളുടെ ഷർട്ടുകളും പാൻറ്റുകളും ഒക്കെ വാങ്ങിക്കും. അപ്പോൾ വലിയ വലിയ പൈസ ചെലവഴിക്കേണ്ടി വരും. ഒരു സഹാബി ചോദിക്കുക നബിയോട്, തങ്ങളെ എനിക്ക് നല്ല വസ്ത്രം, നല്ല ചെരുപ്പ്, ഇന്നാണെങ്കിൽ നല്ല മൊബൈൽ, നല്ല വാച്ച്, നല്ല ബെൽറ്റ്, നല്ല ടൈ എന്നൊക്കെ അതിൻ്റെ കൂടെ പറയേണ്ടി വരും. അന്ന് അത് രണ്ടേ ഉള്ളൂ. അതുകൊണ്ട് നബിയെ എനിക്ക് നല്ല വസ്ത്രവും നല്ല ചെരുപ്പൊക്കെ ഇടൽ ഭയങ്കര ഇഷ്ടമാണ്. അത് അഹങ്കാരമാണോ? അതിന് കിബിർ എന്ന് പറയൂ നബിയെ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വല്ല കുഴപ്പമുണ്ടോ? അതുകൊണ്ട് ഉണ്ടോ? ഇല്ല. തങ്ങൾ പറഞ്ഞു അഹങ്കാരം എന്ന് പറയുന്നത് സത്യത്തെ അംഗീകരിക്കാതിരിക്കല, ന്യായം അംഗീകരിക്കാതിരിക്കുക, തോന്നിയാസം ചെയ്യാൻ ന്യായീകരിക്കുക, അത് അഹങ്കാരമാണ്. ചെയ്തത് തെറ്റ് എന്ന് മനുഷ്യൻ അംഗീകരിക്കണം. ഒരു മനുഷ്യൻ നന്മയെ, ധർമ്മത്തെ, നീതിയെ സ്വീകരിക്കണം. അവിടെ അത് അംഗീകരിക്കാൻ വിമ്മിഷ്ടം കാണിക്കുന്നതും ജനങ്ങളെ സപ്രസ് ചെയ്യുക, ഗംതുന്നാസ് ബതറുൽ ഹഖ് വ ഗംതുന്നാസ്, ന്യായവും സത്യവും അംഗീകരിക്കാതിരിക്കുകയും ജനങ്ങളെ ചെറുതായി കാണുകയും ചെയ്യുന്നത് അപകടമാണ്. അത് ഗുരുതരമായ തെറ്റാണ്. നിങ്ങളുടെ വസ്ത്രം നല്ലതായിക്കോട്ടെ, നല്ല വസ്ത്രവും നല്ല ചെരുപ്പും നിങ്ങൾ ധരിക്കുന്നതിന് ഒരു വിരോധവുമില്ല. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു അഹങ്കാരവും ഒരു 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 സുപ്പീരിയർ ഫീലിംഗ്, ഒരു സെൽഫ് പ്രൈഡ്, അങ്ങനെയൊന്നും തോന്നാതിരുന്നാൽ മതി. ഞാൻ ഭയങ്കര ഉഷാറാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, അങ്ങനെ തോന്നാതിരുന്നാൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്. സുബ്ഹാനഹ്, അല്ലാഹുവിന്റെ ഭംഗി എങ്ങനെയാണെന്ന് പോലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ജമാലുൻ യലീഖു ബിജമാലിഹി, അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ. അത് ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗലോകത്തെ വെച്ച് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴേ അല്ലാഹു തആല എന്താണ് റബ്ബിന്റെ എൻറ്റിറ്റി, വാട്ട് ഈസ് ദ എസൻസ് ഓഫ് അല്ലാഹ്, ഇത് നമുക്കറിയണമെങ്കിൽ അവിടെ എത്തിയാലേ അറിയുള്ളൂ. അല്ലാഹു ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, അല്ലാഹുവിന് ഭംഗി ഇഷ്ടമാണ്. അപ്പോഴാണ് സദസ്സിൽ ഒരാളെ നബി തങ്ങൾ കാണുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഷിഞ്ഞ ഒരു വസ്ത്രമിട്ട് ഒരു കരിമ്പടം പുതച്ചൊരു മനുഷ്യനിരിക്കുന്നു. തങ്ങൾക്കറിയാം അയാൾ മുതലാളിയാണെന്ന്. തങ്ങളടുത്തേക്ക് വിളിച്ചു, നിങ്ങളുടെ അടുത്ത് പൈസ അല്ലേ എന്ന് ചോദിച്ചു. അലക്കമാൽ, സമ്പത്തില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട് നബിയെ. എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. മിൻ കുല്ലിൽ അസ്വാജ് എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയും ഈത്തപ്പനയും മുന്തിരിത്തോട്ടവും ഒക്കെ ഉണ്ട് നബിയെ. അല്ലാഹ്, എന്നിട്ടാണോ നിങ്ങൾ ഈ കീറി പറഞ്ഞ ഫക്കീറായി നടക്കുന്നത്? തങ്ങളെ അദ്ദേഹത്തെ നോക്കി പറഞ്ഞ വാക്കാണ് ഇന്നല്ലാഹ യുഹിബ്ബു അയ്യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹു അവന്റെ അടിമക്കൊരു നന്മ ചെയ്താൽ, പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മക്കൾക്ക് നല്ല ജോലിയുണ്ട്, അയാൾക്ക് വരുമാനമുണ്ട്, കച്ചവടമുണ്ട്, സമ്പാദ്യമുണ്ട്, സ്വത്തുണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ അടയാളം ദേഹത്ത് കാണാൻ അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ മുതലാളിയായിട്ട് ഒരു പാപ്പറായ മനുഷ്യനെ പോലെ ജീവിക്കേണ്ടതില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെയാണ് ഇസ്ലാം നമ്മെ ഗൈഡ് ചെയ്യുന്നത്. ഇസ്ലാം ബാങ്ക് കൊടുക്കാനും ഖുർആൻ ഓതാനും മരിച്ചിടത്ത് മയ്യത്ത് മറവ് ചെയ്യാനും നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും മാത്രമല്ല ഇസ്ലാം. ഇതൊക്കെ ഇസ്ലാമിന് ചർച്ച ചെയ്യാനുണ്ട്. ഭൂമുഖത്ത് എന്തൊക്കെയുണ്ടോ എല്ലാറ്റിനും ദീനിന് നിയമമുണ്ട്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇതൊക്കെ വേറെ ലോകത്ത് ഏത് മതവിഭാഗങ്ങൾക്കാണ് ഉള്ളത്. നമുക്കതിന്റെ പ്രൂഫുകളില്ലേ, തെളിവുകളില്ലേ? എത്ര മനോഹരമാണ് ദീൻ. വണ്ടർഫുൾ. സഹോദരിയൊക്കെ പൊക്കിയിട്ട് ആ 10 പവന്റെ വളയും മാലൊന്നും കാണിച്ചു കൊടുക്കരുത്. അങ്ങനെ ഷോ ഓഫ് ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ കണ്ട് സന്തോഷിച്ചോ, അപ്പോൾ ഒരു സന്തോഷം കിട്ടൂല അല്ലേ? 4 ആൾ കാണാണ്ട് എങ്ങനെ സന്തോഷിക്കുക? അപ്പോൾ വെറുതെ സാരിയൊക്കെ ഒന്ന് പൊക്കി കൊടുക്കും, കാലിലെ പാദസരം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെയൊന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അത് എനിക്കിതൊക്കെ ഉണ്ട് എന്ന് പറയുന്നിടത്തല്ലല്ലോ സന്തോഷം വേണ്ടത്. മറ്റുള്ളവർക്കും അത് വേണം. നമ്മളത് അനുഭവിക്കുന്നു. ആരെങ്കിലും കണ്ടെങ്കിലൊക്കെ അത് ഭർത്താവ് വാങ്ങിച്ചതാ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒക്കേഷൻ ഉണ്ടായപ്പോൾ മോളെ കല്യാണത്തിന് വാങ്ങിച്ചതായിരുന്നു, അങ്ങനെയൊക്കെ വിനയാന്വിതമായിട്ട് സംസാരിക്കുക. അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ നല്ല ആഭരണങ്ങൾ വാങ്ങിച്ചോ. ആരൊക്കെയോ പറഞ്ഞു വിടാറുണ്ട് പെണ്ണുങ്ങൾ 10 പവനിലേറെ സ്വർണ്ണിട്ട് സക്കാത്ത് കൊടുക്കണം. ആരോ പറഞ്ഞത്?
10 പവൻ സ്വർണമേ പെണ്ണിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ നിയമം എവിടെ നിന്ന് വന്നു എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരും 4 മദ്ഹബിന്റെ ഇമാമികളുടെ അഭിപ്രായത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നത്. എന്നിട്ട് ചില വിവാഹങ്ങളൊക്കെ ചില ആളുകൾ, ചില സംഘടനക്കാരുടെ പ്രത്യേകത ഉണ്ട്. 10 പവനിലേറെ സ്വർണ്ണുണ്ടോ ആ പുതിയ പെണ്ണിന്റെ കഴുത്തുനിന്ന് അഴിച്ചിട്ട് വാപ്പാക്ക് ഇത് കൊടുത്തത് പറ്റില്ല, 10 പറ്റുള്ളൂ. ആര് പറഞ്ഞു? ഒരു പെണ്ണിന് 100 പവൻ വരെ അവൾക്ക് ആഭരണം അണിയാം. ആഭരണമായി അണിയാൻ അവരുദ്ദേശിച്ച് ആഭരണമാക്കി വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഡെയിലി ഉപയോഗിച്ചോളണമെന്നില്ല, പക്ഷെ എന്നെങ്കിലും ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ എടുത്തു വെക്കുന്ന സ്വർണത്തിന് പോലും സക്കാത്തില്ലെന്നാണ്. സക്കാത്ത് കൊടുക്കേണ്ടത് ആഭരണമല്ലാതെ ഉപയോഗിക്കേണ്ട എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരു അസറ്റായി മാറ്റിവെച്ച സ്വർണം 10 പവനിലേറെയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എല്ലാ വർഷവും 2.5%. പക്ഷെ ഒരു പെണ്ണിന് 100ഉം 200ഉം പവൻ ആഭരണം വെച്ചോട്ടെ, ദീൻ ഹലാലാക്കിയതാണത്. നമ്മൾ എന്തിനെ ഹറാമാക്കുന്നത്? അവർക്ക് ഹലാലാണ്. അള്ളാഹു പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയതാണ് സ്വർണ്ണാഭരണങ്ങൾ. അതിന് കണക്ക് പറയേണ്ടതില്ല. അവർ 10 തന്നെ ധരിക്കാവൂ, അങ്ങനെ എവിടെയില്ല. അതാരോ തെറ്റിദ്ധരിച്ചതാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെ അങ്ങ് പറഞ്ഞു തുടങ്ങി, അങ്ങനെ ചില ആളുകൾക്ക് അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇല്ല. നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. പെണ്ണിന് ഇത്രേ ധരിക്കാവൂ, ആര് പറഞ്ഞു? ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക. സ്വർണം കൂടി ശരിക്കും ഉസ്താദേ, നിങ്ങൾ സ്വർണത്തിന്റെ കഥ വല്ലാതെ പറയലിനെന്ന് പുരുഷന്മാർക്ക് ഇവിടെ അഭിപ്രായം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാറുകയാണ്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. നബിയെ, ഈ ഭൗതിക ലോകത്ത് നിന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഹലാലായ ആസ്വാദനങ്ങൾ നിങ്ങൾ ആസ്വദിച്ചോളൂ, അതിനൊരു കുഴപ്പമില്ല. വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഭൗതികമായ ഏതെല്ലാം സൗകര്യങ്ങളുണ്ടോ ആ സൗകര്യങ്ങളിലൂടെ പരലോകമാണ് നിങ്ങൾ ലക്ഷ്യമാക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ടോ, ഒരു 10 രൂപയെങ്കിലും അതിൽ നിന്ന് ദാനം ചെയ്യാൻ കഴിയണേ എന്നാണ് ആഗ്രഹിക്കേണ്ടത്. ആരുമറിയാതെ പാവപ്പെട്ടവർക്ക് പടച്ചതമ്പുരാനും നിങ്ങളും മാത്രം അറിയുന്ന ദാനം നിങ്ങൾക്കിടയിൽ വേണം, സ്വതക്ക വേണം. നിങ്ങളും പടച്ചവനും മാത്രം അറിയുന്ന ചില ദാനധർമ്മങ്ങൾ. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനോടടുത്ത കാലഘട്ടങ്ങളിൽ മാത്രം ഇസ്ലാം സ്വീകരിക്കുകയും ഹുദൈബിയ സന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ ശത്രുവായി നിന്നിരുന്ന സ്വഹാബിയായിരുന്നു, അന്നത്തെ ശത്രുവായിരുന്നു സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു നബി തങ്ങളെ, വല്ലാത്ത സ്നേഹമായിരുന്നു. ഹുദൈബിയ സന്ധിയിലൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലാ ഉദമാഇ ഖുറൈശ് എന്ന് പറഞ്ഞ ഹുദൈബിയ സന്ധി ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വെട്ടണം, ക്രോസ് ഇറ്റ് ഓഫ്. അത് പാടില്ല. ബിസ്മിക്കല്ലാഹുമ്മ മതി, റഹ്മാനും റഹീമുമായ പടച്ചവനെ ഞങ്ങൾക്കറിയില്ല, വെട്ടിക്കോളൂ അലിയെ, വെട്ടിക്കോളൂ എന്ന് നബി തങ്ങൾ. വെട്ടണോ നബിയെ? വെട്ടിക്കോളൂ അലിയെ. വേണോ നബിയെ? വെട്ടിക്കോളൂ അലിയെ, ഞാനല്ലേ പറയുന്നത്. മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി, മുഹമ്മദ് ബിൻ അബ്ദ് ഹാദാ മാ സ്വലഹ അലൈഹി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി മഅ സുഹൈൽ ബിൻ അംർ. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പേര് വെച്ചാൽ മതി. റസൂലുള്ളാഹ്, അള്ളാന്റെ ദൂതരാണ് എന്നൊരിക്കലും പറയരുത്, ഇവിടെ എഴുതരുത് എന്ന് ശാഠ്യം പിടിച്ച ആളായിരുന്നു ഈ സുഹൈൽ ഇബ്നു അംർ എന്ന് പറഞ്ഞ മനുഷ്യൻ. പക്ഷെ ചിലരൊക്കെ അങ്ങനെയാണ്, ദീനിലേക്ക് ഇങ്ങോട്ട് വന്നാൽ മനസ്സങ്ങ് അടിമുടി മാറും. അല്ലേ? എത്രയൊക്കെ വർഗീയതയും വിഷം തുപ്പുന്ന വാക്കുകളും ചിന്തകളും കൊണ്ട് നടക്കുന്ന ആളുകൾ ആശയവും മൈൻഡും മാറിയിട്ട് നല്ല പച്ചയായ നല്ല മനുഷ്യരായി തിരിച്ചു വരുന്നില്ലേ? നമ്മുടെ കേരളത്തിന് എത്രയോ അനുഭവങ്ങളില്ലേ അങ്ങനെ? സുഹൈൽ ഇബ്നു അംർ എന്നവർ തിരിച്ചു വന്നു. പുണ്യനബി ഹജ്ജ് കഴിഞ്ഞപ്പോൾ തലമുണ്ഡനം ചെയ്തു, മുടിയെടുത്തു. ആ മുടി നിബിതങ്ങൾ വിതരണം ചെയ്തു സ്വഹാബിയാണ്. അത് ബറക്കത്താണ്, അത് ഷറഫാക്കപ്പെട്ടതാണ്. നമ്മുടെ തലമുടി പോലെയല്ല അത് ശിഫയാണ്. അത് ഓരോരുത്തർക്കും കൊടുത്തപ്പോൾ സുഹൈൽ ഇബ്നു അംർ എന്നവരുടെ കയ്യിലും കുറച്ച് കിട്ടിയപ്പോൾ കണ്ണിലേക്ക് ചേർത്ത് വെച്ച് തേങ്ങി തേങ്ങി പൊട്ടി പൊട്ടി കരയുന്നു. ഇത് കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് ഉമർ തങ്ങളോട്, ഉമറേ, ഇങ്ങനെ നബി തങ്ങളെ സ്നേഹിക്കാൻ മനസ്സ് കിട്ടിയ ഈ മനുഷ്യൻ അന്ന് എങ്ങനെ റസൂലുള്ളാഹ് എന്ന പേര് വെട്ടണമെന്ന് പറയാൻ അയാൾക്ക് തോന്നി എന്ന് ചോദിച്ചു പോയിട്ടുണ്ട്. അവരാണ് സുഹൈൽ ഇബ്നു അംർ, പിന്നീട് റളിയല്ലാഹു അൻഹു ആയി മാറിയ സ്വഹാബി.
മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. യാത്രാസംഘം യാത്ര പോകുമ്പോൾ രസകരമായൊരു അനുഭവം ഉണ്ടായി. 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? തുടങ്ങിയിട്ട് 1 hour ആയല്ലോ, 1 മണിക്കൂറായി. നമുക്കൊന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? അല്ലേ? ചൂടെടുക്കണ്ട. പെണ്ണുങ്ങളൊക്കെ അങ്ങനെ വീശുന്ന കാണുന്നുണ്ട്, ആണുങ്ങളും ചില ആളുകളെങ്കിലും. എനിക്കും ചൂടൊക്കെ തോന്നുന്നുണ്ട്, കാലാവസ്ഥ അങ്ങനെയല്ലേ. നിങ്ങൾക്ക് തിരക്കണ്ടേ പോയിക്കോളിട്ടോ, ഞാനൊരു മണിക്കൂറും കൂടെ വേറെ പറയും. എന്നിട്ട് നല്ല ബക്കറ്റ് പിരിവൊന്നും ഇല്ല ഒന്നല്ലേ? ഉണ്ടോ? എന്നങ്ങ് പെട്ടെന്ന് തുടങ്ങിക്കോട്ടെ. അൽഹംദുലില്ലാഹ്. ഏതെങ്കിലുമൊക്കെ തോന്നണം, എൻ്റെ പരലോകത്തേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ, അതുകൊണ്ട് ഇതെനിക്ക് വേണം. ഐ നീഡ് ടു ഡു ദാറ്റ്. അങ്ങനെ വേണം. ആ ഒരു മനസ്സിലേക്ക് എത്തണം. ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോൾ കുടുംബം കൂടെയുണ്ടായിരുന്നു, മക്കളുമുണ്ട്. ഭക്ഷണ സാധനങ്ങളുമായിട്ടാണ് പോകുന്നത്. ഭക്ഷണമേ കയ്യിൽ കരുതാൻ കഴിയുമെന്ന്. ഒട്ടകങ്ങൾക്ക് വലിയ ലോഡൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോ മരുഭൂമിയിൽ വെച്ചൊരു യാത്രാസംഘത്തെ ഒരു കൊള്ളസംഘം പിടികൂടുകയാണ്. കൊള്ളസംഘം പിടികൂടി. ആ കൊള്ളസംഘം നമ്മുടെ ലൈവ് ആരാ ചെയ്യുന്നത്? സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ലൈവില് സൗണ്ട് ബ്രേക്ക് ആവുന്നു, ശ്രദ്ധിച്ചേക്കണേ. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ടായിരുന്ന ഭാര്യ മക്കളുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരു സംഘം ബൾഗേഴ്സ്, കൊള്ളക്കാര് വന്ന് കൊള്ളടിച്ചു കൊണ്ടുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കയ്യിൽ കരുതിയ ഭക്ഷണം കൊണ്ടുപോകുന്നൊരവസ്ഥ. ആ കൊള്ളക്കാരുടെ ഗതികേട് എത്രയായിരിക്കും എന്ന്. അവർക്ക് ഭക്ഷണമേ വേണ്ടൂ, ഭക്ഷണം എടുത്ത് കൊണ്ടുപോവാണ്. ഭക്ഷണം കൊണ്ടുപോയി. സുഹൈൽ റളിയല്ലാഹു അൻഹുവിന് ഇനിയും ദൂരം യാത്ര പോകേണ്ടതുണ്ട്. പടച്ചവനെ, എന്താണ് ചെയ്യുന്നത്? എന്ത് ചെയ്യും? കള്ളന്മാരോട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവരോട് മൽപ്പിടുത്തം നടത്തിയാൽ ഒരുപക്ഷെ ജീവൻ പോകും. അതുകൊണ്ട് മഹാനവറുകൾ മിണ്ടാനോടെ പോയിരുന്നു. കള്ളന്മാർ ഭക്ഷണം കൊണ്ടുപോയി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിൽ ഒരാൾ മാത്രം തിന്നുന്നില്ല, ബാക്കിയുള്ളവരൊക്കെ തിന്നുന്നുണ്ട്. ഈ പാവങ്ങളുടെ കുടുംബത്തിന്റെ ഭക്ഷണം എടുത്തിട്ടായി കഴിക്കുന്നത്. അപ്പൊ സുഹൈൽ ഇബ്നു അംർ എന്നവര്, ഇപ്പൊ നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, പോയി ചോദിച്ചു നോക്കിയല്ല, നിങ്ങൾ ആരാ? നിങ്ങൾ എന്താ ഭക്ഷണം കഴിക്കാത്തത്? പറഞ്ഞു, ഞാൻ ഈ കള്ളന്മാരുടെ തലവനാണ്, ഞാൻ ആ ലീഡർ. നിങ്ങൾ എന്താ കഴിക്കുന്നില്ലേ? പറഞ്ഞു, എനിക്കിന്ന് സുന്നത്ത് നോമ്പാ. പടച്ചവനെ, കള്ളൻ സുന്നത്ത് നോമ്പെടുക്കുകയെന്ന് ചോദിച്ചു. ലിസ്സുൻ യസൂമു സുന്ന. എന്ത് കഥ? കൊള്ളടിച്ചിട്ട് സുന്നത്ത് നോമ്പാണെന്നോ? തമാശയാണല്ലോ അത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് സുഹൈൽ. സംഗതി ഞാൻ ആള് കുരുത്തക്കേടൊക്കെയുള്ള ആളാണ്, ഇങ്ങനെ കൊള്ള തന്നെ എൻ്റെ പരിപാടി. പക്ഷേ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് നന്നാവേണ്ടി വരും. ഒരുപക്ഷെ എൻ്റെ കൈയും കാലും മുറിഞ്ഞിട്ടോ വല്ല അസുഖം വന്നിട്ടോ ഞാൻ അള്ളാഹിന്റെ അടുത്തേക്ക് ഒരു നല്ല ആളായിട്ട് പടച്ചവനിലേക്ക് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ എനിക്ക് വരുമ്പോ, അത്റുകു ബൈനി വബൈന അല്ലാഹി ബാബൻ അസാ അൻ അദ്ഖുല മിൻഹു യൗമമ്മ. എന്നെങ്കിലും അള്ളാഹിന്റെ അടുത്തേക്ക് പടച്ചവൻ, നിനക്ക് വേണ്ടി ഞാൻ സുന്നത്ത് നോമ്പെടുക്കാറുള്ള മനുഷ്യനായിരുന്നു റബ്ബേ എന്ന് ഒരു നന്മ എൻ്റെ പടച്ചവനോട് പറയണ്ടേ? അതിനു വേണ്ടി ഞാൻ എന്നും എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച സുന്നത്ത് നോമ്പാണ്. ഭയങ്കര തമാശയാണല്ലോ. ഓരോ തമാശല്ല, ഞാൻ കാര്യത്തിലാണോ? മുമ്പ് സുന്നത്ത് നോമ്പായിരുന്നു. 2 വർഷം കഴിഞ്ഞു. ആ യാത്രയൊക്കെ കഴിഞ്ഞ് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഅബാലയത്തിന്റെ കില്ലയിൽ പറ്റിപ്പിടിച്ചൊരു മനുഷ്യൻ പൊട്ടിക്കരയുന്ന കരച്ചിലെല്ലാവരും ശ്രദ്ധിക്കുന്നു. സുഹൈൽ എന്നവരും കേട്ടു അത്. മഹാനവറുകൾ ചിന്തിച്ചു, പടച്ചവനെ, ഇത്രമേൽ നിന്നോട് ഭക്തിയും ഇത്രമേൽ നിന്നോട് പേടിയും തോന്നുന്ന ഒരു മനുഷ്യൻ, അയാളുടെ കൈപിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, ഒന്ന് ദുആയിരക്കാൻ പറഞ്ഞാൽ ഈ ഹറമിന്റെ മണ്ണിൽ അതിനുത്തരം കിട്ടുമല്ലോ. ആ മനുഷ്യൻ വരുന്നതും കാത്ത് നോക്കി നിൽക്കുമ്പോൾ അത് മറ്റാരുമല്ല, മരുഭൂമിയിലെന്ന് കണ്ട മനുഷ്യൻ തന്നെ. സുഹൈൽ ഇബ്നു അംർ എന്നവരും ആ കള്ളനായിരുന്ന ആളും തിരിച്ചു
ഒന്നുമല്ല, ഞാൻ കള്ളനല്ല. ഇപ്പോൾ ഞാൻ എല്ലാം നന്നായി തൊണ്ടി മുതലുകൾ എല്ലാവർക്കും അറിയുന്നവർക്കൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു. ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? ഒന്നുമല്ല, ഞാനന്ന് നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത്റുകു ബൈനി വബൈനല്ലാഹി ബാബൻ അസാ അൻ അദ്ഖുല മിൻഹു യൗമൻ മാ. ഏതെങ്കിലും ഒരു നാൾ എനിക്ക് നന്നാവേണ്ടി വരികയാണെങ്കിൽ പടച്ചവന് വേണ്ടി ചെയ്ത ഒരു നന്മ, ഒരേ ഒരു നന്മ, ആ ഒരു നന്മയുടെ പേരിലെങ്കിലും എന്റെ പടച്ചവനോട് ഒന്നടുക്കാനേക്ക് കഴിയുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ ചെയ്തിരുന്ന സുന്നത്ത് നോമ്പ് കൊണ്ടായിരിക്കാം. എനിക്കറിയില്ല. അല്ലാഹു എനിക്ക് ഹിദായത്ത് തന്നു. പടച്ചവൻ എന്നെ സ്വീകരിച്ചു. എനിക്ക് നന്നാവാൻ അവസരമുണ്ടായി. ഞാൻ ഹജ്ജ് ചെയ്യാൻ വന്നതാണ്. അല്ലാഹുവിനോട് എല്ലാം ഏറ്റുപറഞ്ഞൊന്ന് പൊരുത്തപ്പെടിക്കാൻ നോക്കണേ. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ സ്വതഖ, ഒരു ചെറിയ ദാനം, ഒരു നല്ല കർമ്മം, ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുന്ന സേവനമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നത്. അല്ലാഹു ജല്ല ജലാലുവിലേക്ക്, അല്ലാഹുവിലേക്ക് സംതൃപ്തരായി മടങ്ങിച്ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ലൈവ് ശ്രദ്ധിക്കണേ, ലൈവ് ചെയ്യുന്നത് അല്ലേ, ലൈവ് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബ്തഗ ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. എന്തൊരു മനോഹരമായ ആശയം എന്നറിയോ നബിയെ, അങ്ങേക്ക് നാം നൽകിയ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളിൽ നിന്നും അങ്ങ് ലക്ഷ്യമാക്കേണ്ടത് പരലോകമാണ്. നമ്മുടെ ജോലിയാണെങ്കിലും കച്ചവടമാണെങ്കിലും നമ്മൾ എന്തിനു ജോലി ചെയ്യുന്നു? പടച്ചവനെ, എനിക്ക് ഹലാലായ ഒരു ജോബ്, ഹലാലായ ഒരു ജോലി, ഹലാലായ ഒരു ഏണിംഗ് എനിക്ക് വേണം റബ്ബേ. അതുകൊണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ തോന്നും. അത് പിശാച് തോന്നിപ്പിക്കും. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പടച്ചവൻ വേണ്ടെന്ന് പറഞ്ഞത് ഉപേക്ഷിച്ചാൽ അതിലും ഖൈറായത് മൻ തറക ലില്ലാഹ് അവദഹുല്ലാഹു ഖൈറൻ മിൻഹു. അതിൽ നിന്ന് ഏറ്റവും ഖൈറായത് അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാം ബിസിനസ്സുകളിലേക്ക് പോകുന്നില്ല. ഹറാം പ്രോഡക്റ്റുകൾ, മയക്കുമരുന്ന്, ലഹരി, മദ്യവുമായി ബന്ധപ്പെട്ടത്, അത്തരം ഫീൽഡുകളിൽ നിന്ന് മാറി നിൽക്കുക. നമ്മുടെ ജോലിയിൽ അല്ലാഹുവേ നീ ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകണമേ, ഹലാല് കൊണ്ട് എനിക്ക് നീ സമ്പാദ്യം നൽകണമേ. നമ്മുടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകണേ റബ്ബേ. പടച്ചവനോട് ചോദിക്കണം, അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. ശരിക്കണം ദ്വാരുന്നാൽ ഇതിനൊക്കെ ഉത്തരം കിട്ടും. നമ്മളറിയാതെ വാതിലുകൾ തുറന്നു വരും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ CV-യുടെ, നിങ്ങൾ പഠിച്ച കോളേജിൻ്റെ, നിങ്ങളുടെ ബയോഡാറ്റയുടെ ആ ഒരു അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്? ഒരിക്കലുമല്ല. പല കണക്ഷൻ, പല ആളുകളുടെ റെക്കമെൻഡേഷൻ, പല ആളുകളുടെയും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളോട് തോന്നാവുന്ന ഒരു സിമ്പതി, ഇതൊക്കെ ഇതിന് കാരണമാണ്. മനുഷ്യന്റെ അക്കാഡമിക് പെർഫോമൻസ് മാത്രമല്ല, റിസ്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പൈസ കിട്ടൂ, ജോലി കിട്ടൂ എങ്കിൽ മനുഷ്യർക്ക് സമ്പാദ്യവും പൈസയും നൽകുന്നത് മനുഷ്യന്റെ ജോബ് സർട്ടിഫിക്കറ്റ്, മനുഷ്യന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് എന്ന് അല്ലാഹു അല്ല റാസിഖ് എന്ന് മനുഷ്യന് തോന്നിപ്പോയേനെ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അതൊരു കാരണമാണ്. നമ്മൾ അധ്വാനിക്കണം, ശരി തന്നെയാണ്. പക്ഷേ അവിടെയും അള്ളാഹുവിന്റെ ഇടപെടലുണ്ട്. അതുകൊണ്ട് കച്ചവടക്കാരെ കച്ചവടം ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ വെറും ഒരു ബിസിനസ് തുടങ്ങുന്നു എന്നതിനപ്പുറം അതൊരു സർവീസ് ആയിരിക്കാം, ഒരു പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് കൊടുക്കലായിരിക്കാം. നിങ്ങൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി സർവീസ്. ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു സേവനം കൂടിയാണ് കച്ചവടം. ജനങ്ങൾക്ക് ഭക്ഷണം വേണം, അത് നിങ്ങൾ കൊണ്ടുവന്ന് ഷോപ്പിൽ വെച്ചാലല്ലേ ആളുകൾക്ക് അത് വാങ്ങിക്കാൻ പറ്റൂ.
നിങ്ങൾ ഹോൾസെയിലുകാരിൽ നിന്ന് വാങ്ങിച്ചിട്ട് റീറ്റെയിലുകാരത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നാട്ടിലെ നാട്ടിൻപുറത്ത് നമ്മുടെ ഷോപ്പുകൾ കൊണ്ടുവന്ന് വെച്ച് അവിടെ ആളുകൾ കസ്റ്റമർ വന്ന് അവരധ്വാനിച്ച പൈസ കൊണ്ട് പേ ചെയ്ത് അവരത് വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ് അല്ലേ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എത്രയോ പ്രോസസ്സുകൾ അതിനിടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ജനസേവനമാണ്. ഹോസ്പിറ്റലായിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, മറ്റെന്തെങ്കിലും കാറ്ററിംഗ് സർവീസ് ആവട്ടെ, ഇതുപോലെ കൺവെൻഷൻ സെന്ററുകളാകട്ടെ, ഇതൊക്കെ ജനങ്ങളുടെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കലും കൂടിയാണ് അല്ലേ? അതുകൊണ്ട് വെറും ഒരു ബിസിനസ് എന്ന ഒരു മണി ഏണിംഗ്, സമ്പത്തുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തിനപ്പുറം ഞാൻ പടച്ചവനെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം അവർക്ക് കൊടുക്കുക കൂടിയാണ്. ഞാൻ സമൂഹത്തെ, ഞാൻ നിലനിൽക്കുന്ന എൻ്റെ മനുഷ്യരാശിയോട്, എൻ്റെ നാടിനോട്, എൻ്റെ സമൂഹത്തോട് ഞാൻ ചെയ്യുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടി ഇതിൻ്റെ കൂടെയുണ്ട് എന്ന് ഏത് ബിസിനസ്സിലും ഒരാൾക്ക് നിയ്യത്ത് ചെയ്യാം, ഹലാലായ ബിസിനസ്സുകളിലൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഷോപ്പിലിരിക്കുന്ന മുഴുവൻ സമയവും നിങ്ങൾക്ക് കൂലിയാണ്, പ്രതിഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലോ കമ്പനിയിലോ ഏത് ഫേമിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ചെലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് ഇബാദത്താണ്. ദുന്യാവിൽ തന്നെ നമുക്ക് കൂലി കിട്ടും, ദുന്യാവും കിട്ടുന്നു, ആഖിറവും കിട്ടുന്നു. അതുകൊണ്ടാണ് പരലോകവും ഈ ലോകവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന വിധമാണ് ഇസ്ലാമിന്റെ സംവിധാനം. നമ്മൾ ചെയ്യുന്ന ജോലി മതി, അത് ഇബാദത്താണ്. ഒരു നിസ്കാരം മാത്രമല്ല ഇബാദത്ത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഒരു ഡ്രൈവ് ചെയ്യുന്ന മനുഷ്യൻ, ബസ് ഓടിക്കുന്ന ഒരാൾ, ട്രക്ക് ഓടിക്കുന്ന ഒരാൾ, ആ മനുഷ്യൻ വളയം പിടിച്ച് ബ്രേക്ക് ചവിട്ടി അയാൾ ഓടിക്കുന്ന കണ്ണിൽ എണ്ണയൊഴിച്ച് എന്നൊക്കെ പറയില്ലേ, ഉറക്കൊഴിച്ച് ഓടിക്കുന്ന യാത്രകൾ, ഉറക്കൊഴിക്കാതെ ഓടിക്കുന്നത്, ഇതൊക്കെ അവർക്കും ഇബാദത്താക്കി മാറ്റാൻ കഴിയും. എൻ്റെ കുടുംബത്തെ പുലർത്താൻ, അവരെ പോറ്റി വളർത്താൻ, അവർക്ക് സംരക്ഷണം നൽകാൻ, പടച്ചവനെ ആരോടും യാചിക്കാതിരിക്കാൻ ഞാൻ അധ്വാനിക്കുകയാണ് റബ്ബേ. എൻ്റെ കാലിന് വേദനയുണ്ട്, ബ്രേക്ക് ചവിട്ടിയിട്ട് ഇരുന്നിട്ട് ബാക്ക് പെയിൻ വരുന്നുണ്ട്, പൈൽസിന്റെ അസുഖം വരുന്നവരുണ്ടാകാം, ഷോൾഡർ പെയിൻ വരുന്നുണ്ടാകും വളയം പിടിച്ചിട്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും പടച്ചവനെ ഞാൻ ആരോടും യാചിക്കുന്നില്ലല്ലോ റബ്ബേ. യാചന നാളെ പരലോകത്ത് നിങ്ങളുടെ മുഖത്തൊരടയാളമാണ്. യാചകന്മാരെ നാളെ പരലോകത്ത് തിരിച്ചറിയപ്പെടും. അതുകൊണ്ട് യാചിക്കരുതേ. നിങ്ങളിൽ ഓരോരുത്തരും ഒരു കെട്ട് വിറക് ചുമലിൽ കൊണ്ടുവന്ന മദീനയുടെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കലാണ്. ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ലത് ഒരു കെട്ട് വിറകെങ്കിലും കൊണ്ടുവരാ. അത് അന്നത്തെ ജോലികളിൽ വളരെ താഴ്ന്ന നിലവാരമുള്ളൊരു ജോലിയായിരുന്നു. എന്നാലും യാചനയെക്കാളും നല്ലത് ആ ഒരു അധ്വാനം തന്നെയാണ്, അതിലും കൂലിയുണ്ട്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന എല്ലാ സൗകര്യങ്ങളിലും പരലോകം നിങ്ങൾ ലക്ഷ്യമാക്കണം നബിയേ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ വാഹനം, വണ്ടി, പുതിയ വണ്ടി റിലീസ് ചെയ്തു, നിങ്ങളൊരു വാഹനം എടുത്തു, അത് യൂസ്ഡ് ആവട്ടെ അല്ലാതിരിക്കട്ടെ, അത് ഇലക്ട്രിക് വെഹിക്കിൾ ആവട്ടെ അല്ലാതിരിക്കട്ടെ, നിങ്ങളത് യൂസ് ചെയ്യുന്നത് അള്ളാഹുവേ നിനക്ക് പൊരുത്തമുള്ള വഴിയിൽ, എൻ്റെ കുടുംബം, ഞാൻ, എൻ്റെ ആവശ്യം, എൻ്റെ കൂടെയുള്ളവർ, ആവശ്യക്കാർ, അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന നന്മകൾക്കാണ് റബ്ബേ ഞാനത് ഉപയോഗിക്കുക, ഇത് ഹറാമിനല്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ വാഹനത്തിൽ ബറക്കത്തുണ്ട്. ആലോചിച്ച് നോക്കൂ, അതിൽ ബറക്കത്തുണ്ട്. നിങ്ങളുടെ വീട് അത് പെരുമ കാണിക്കാനുള്ളതല്ല അല്ലേ? നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെടുന്നത് നമുക്കുണ്ടായ നന്മയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കി അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടതിന് പകരം ഒരു വീട് വെക്കുമ്പോൾ എൻ്റെ അയൽപക്കക്കാരന് അത്ര നല്ല വീടില്ലല്ലോ എന്ന് കണ്ടുകൊണ്ട് ആശ്വസിക്കുന്നൊരു സ്വഭാവം ചിലർക്കുണ്ടാവും. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ നാട്ടിൽ കറണ്ട് പോയാൽ ആദ്യം ചെയ്യുന്ന പണി എന്താ ചെയ്യുക? കറണ്ട് പോയാൽ ജനല് തുറന്ന് നോക്കും, അയൽപക്കത്തെ വീട്ടിൽ പോയിട്ടുണ്ടോ? അല്ലാഹ് അൽഹംദുലില്ലാ, അവിടെ പോയോ, കുഴപ്പമില്ല. എനിക്ക് മാത്രം പോകുന്നത് അയൽപക്കത്തും നാട്ടുകാർക്കൊക്കെ പോയിട്ടുണ്ട്, പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ. എനിക്ക് മാത്രം അങ്ങനെ ആവരുത്. ബാക്കിയുള്ളവർക്കും കൂടെ വിഷമമുണ്ടാകുമ്പോൾ അതിലൊരു ആശ്വാസം കാണുന്ന ഒരു ചെറിയൊരു സൈക്കോളജി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവന്റെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നവനാണ് മുഅ്മിൻ, അവനാണ് വിശ്വാസി. മറ്റുള്ളവനൊരു ഒരു വീട് വെച്ചു, അവനൊരു മകളുടെ കല്യാണം കഴിഞ്ഞു, അവനൊരു കച്ചവടം, അവൻ്റെ മകനൊരു ജോലി കിട്ടി, അവൻ്റെ മകള് നല്ല മാർക്കിൽ എക്സാം പാസ്സായി, അൽഹംദുലില്ലാഹ്, ആ മോള് രക്ഷപ്പെട്ടല്ലോ, ആ മോൻ രക്ഷപ്പെട്ടല്ലോ, ആ വീട്ടുകാർക്ക് അനുഗ്രഹം കിട്ടിയല്ലോ റബ്ബേ, അവർക്ക് ബറക്കത്ത് കൊടുക്കണേ, ഞങ്ങൾക്കും ബറക്കത്ത് തരയണമേ. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അല്ലാഹു നമുക്കും തരും.
അപ്പൊ നമ്മുടെ മനസ്സിന് സന്തോഷം തരും. മറ്റേത് ഇപ്പൊ വീട് കുടിയിരിക്കുന്നിടത്തൊക്കെ നിങ്ങളെന്താ ഹൗസ് വാമിങ് എന്താ പറയലേ? വീട് കുടിയിരിക്കാൻ തന്നെയാണോ? പാല് കാച്ചല? അപ്പൊ നിർബന്ധമായിട്ടൊരു പാല് കാച്ചോടെ അല്ലേ? പാല് കാച്ചൽ ചടങ്ങുകളിലൊക്കെ ചിലപ്പോൾ തോന്നും വെറുതെ അസൂയ വിളിച്ചു വരുത്താനുള്ള ഫംഗ്ഷനാണത്. ചോറ് കൊടുക്കും വേണം. നാട്ടുകാർ മുഴുവനും അവരുടെ വായിൽ നിന്ന് കണ്ണേറ് കൊള്ളുന്ന വാക്കുകൾ അവർ പറഞ്ഞു പോവുകയും ചെയ്യും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോവുക. എത്ര പേരുണ്ടാകും ആ വീട്ടിൽ കയറി വരുമ്പോൾ, അള്ളാഹുവേ ഈ മനുഷ്യന് നീ ഒരു നല്ല വീട് കൊടുത്തല്ലേ റബ്ബേ, ഇനി സ്വർഗത്തിലും കൊടുക്ക റബ്ബേ, എനിക്ക് വീടില്ല, എനിക്കും നീ വീട് തരണേ പടച്ചവനെ. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ടാവും. ഓ, അറബിയെ പറ്റിച്ച് കൊണ്ടുവന്നതായിരിക്കും അല്ലേ. ഇവന്റെ മുതലാളിയൊക്കെ പാപ്പരായി പോയിട്ടുണ്ടാവും അല്ലേ. മനസ്സിന്റെ ഉള്ളിലെങ്കിലും അസൂയയാണ്. ആ അസൂയയുടെ ഒരു ചെറിയൊരു പ്രതിഫലനമാണ് ഈ പാല് കാച്ചുന്ന ചടങ്ങിലൊക്കെ ചെരുപ്പിട്ട് വീട്ടിലേക്ക് കയറി വരും ഗസ്റ്റ്. അത് അസൂയ കൊണ്ട് ചെയ്യുന്ന പണിയാണ്. കുട്ടികളടക്കം എന്നിട്ടുണ്ട് ചുമരുമ പോയിട്ടൊരു നൃത്ത ഷൂവും വെച്ചിട്ട് പ്രിൻസ് ചെളിയുടെ പ്രിന്റ് ചുമരിൽ. ഈ സാധുവിന്റെ കാർപ്പറ്റ് കേടായി, റൂം വൃത്തികേടായി, ആ പോളിഷ് ചെയ്തത് മുഴുവനും പോയി. സ്വന്തം വീട്ടിലൊരാൾ എന്ത് വലിയ ഫംഗ്ഷൻ ആണെങ്കിലും അവനവന്റെ വീട്ടിൽ ചെരുപ്പിട്ട് കയറുമോ? നമ്മളെന്താ വിചാരിക്കുന്നത്? ആ വീട്ടുകാർക്ക് നിങ്ങളോട് പറയാൻ പ്രയാസമുണ്ടാവും, ചെരുപ്പഴിച്ചു വെച്ച് കയറണേ. അത് അയാൾ പറഞ്ഞാൽ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യും ചിലപ്പോ. അപ്പോൾ അവർ മിണ്ടൂല, സാരെല്ലാം ക്ലീൻ ആക്കാന്ന് വിചാരിക്കും. സ്വന്തം വീട്ടിലേക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നിങ്ങളെ സ്വീകരിക്കുമ്പോൾ ആ വീട്ടുകാരുടെ വീട് വൃത്തികേടാക്കി കൊടുക്കുന്നത് എത്ര മോശമാണ്. നമ്മുടെ ചെരുപ്പങ്ങ് ചളിയായെങ്കിൽ എന്താ, അത് കഴുകിയാൽ പോവും. ഒരു വീട് വൃത്തിയാക്കണമെങ്കിൽ എത്ര അധ്വാനം ഉണ്ടാവും. ആ വീട്ടിൽ പിന്നെ ആർക്കെങ്കിലും മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? ഏതൊക്കെ ചെളിയിലും ഏതൊക്കെ നജസിലുമാണ് കയറി വന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? മനുഷ്യൻ ആ വീട്ടുകാരനോട് കാണിക്കുന്ന ഒരു അസൂയയും ഒരു പകപോക്കലുമാണ് ഈ ചെരുപ്പും ഷൂട്ട് വീടിനകം കയറി വൃത്തികേടാക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ വീട്ടുകാർക്ക് പറയാൻ പേടിയുണ്ടാവും. ഞാനത് പറയാൻ, ഇത് മനുഷ്യർ ചെയ്യരുത്. അഴിച്ചു വെച്ച് കയറണം. നിന്റെ ഷൂവിനേക്കാളും വിലപിടിപ്പുള്ളതായിരിക്കും ആ വീട്ടുകാരന്റെ വീട് അല്ലേ? ആ വീട്ടുകാരോട് കാണിക്കുന്ന മര്യാദയല്ലേ അത്? വൃത്തികേടാക്കി കൊടുക്കാതിരിക്കുക, അത്രയല്ലേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ വൃത്തി അടിച്ചു ഓരോന്നും വേണ്ട, അവിടെ വൃത്തികേടാക്കരുത്. അത് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാരാണെങ്കിൽ പോലും ഷൂ അഴിച്ചു വെക്കണം, ചെരുപ്പഴിച്ചു വെക്കണം. വീടുകളിൽ ബർക്കത്ത് വേണം, അവിടെ നജസുണ്ടാവരുത്. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന എവിടെയോ അടിഞ്ഞുകൂടി കിടക്കുന്ന ചില അസൂയയുടെ ചിന്തകളാണ് മനുഷ്യനത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്യരുത്. ഒരു മനുഷ്യന്റെ നിഅമത്ത് അള്ളാഹു കൊടുത്ത നിഅമത്താണ്. അള്ളാഹുവേ, നീ കൊടുക്കുന്ന വിഹിതം, നിന്റെ ഖിസ്മത്ത്, നീ നൽകുന്നത് അത് ന്യായമാണ്, നീ നൽകുന്നത് നീതിയാണ്. നീ നൽകുന്നതിൽ ആർക്ക് പരാതി പറയാൻ റബ്ബേ? ഈ ലോകമെന്ന് പറയുന്നത്, ഇവിടുത്തെ സമ്പാദ്യവും സമ്പത്തും നല്ല മനുഷ്യരും തെമ്മാടികളായ മനുഷ്യരും ഉപയോഗിക്കുന്നതാണ് ഈ ലോകത്തെ പൈസയും സമ്പാദ്യങ്ങളും. അള്ളാഹുവിനെ പറ്റി ഒരു ബോധവുമില്ലാത്ത, പടച്ചവനെ പറ്റി വിശ്വാസം പോലും ഇല്ലാത്ത ആളുകൾക്കും ഇഷ്ടം പോലെ പടച്ചവൻ കാശ് കൊടുക്കുന്നുണ്ട്. എലോൺ മസ്ക് അല്ലപ്പോ മുസ്ലിമായിട്ടാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടാണോ? നല്ല മനുഷ്യനാണ്, ഒരുപാട് നന്മകൾ ഉണ്ടായിരിക്കും. പക്ഷേ ദൈവവിശ്വാസികൾക്ക് മാത്രമേ പടച്ചവൻ സമ്പത്ത് കൊടുക്കൂ, അങ്ങനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ മുതലാളി ആരാവണം? നബിയുനാ റസൂലുള്ളാഹി തങ്ങളാവണം. തങ്ങളായില്ലല്ലോ. വഅക്കദത് സുഹുദഹു ഫിദ്ദുനിയാ ളറൂറതുഹു ഇന്നൽ ളറൂറത ലാ തഅദു അലൽ ഇസ്മി وراودته الجبال الشم من ذهبي عن نفسه فأراها أيما شممي وأكدت زهده في الدنيا ضرورته إن الضرورة لا تعدو على العصم. കടുത്ത ദാരിദ്ര്യത്തിലാണ് ഹബീബ് ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? സമ്പാദ്യം അന്ന് അബൂജഹലിനുണ്ട്, ഉത്ബക്കുണ്ട്, അബൂ സുഫിയാൻ എന്നവർക്കുണ്ട്. അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അവരെല്ലാം വലിയ മുതലാളിമാരായിരുന്നു. എന്തുകൊണ്ട്? ഈ ലോകം എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ പൈസ, കാശ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഓടി നടക്കുന്ന
അലറി പിടിച്ച് നടക്കുന്ന ഈ സമ്പാദ്യം അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും അള്ളാഹു ഇട്ടേച്ചു കൊടുക്കുന്ന ഒരു ചരക്കാണിത്. ഇതൊരു ദുന്യാവിലെ ഈച്ചയുടെ ചിറകിന്റെ അത്ര പോലും അല്ല വില കൊടുത്തില്ലെന്നാണ്. ഒരു മനുഷ്യന്റെ സാലറി സ്കെയിൽ എത്ര, അള്ളാഹ്ക്ക് അതൊന്നും വിലയില്ല. പടച്ചവനതിന് വില കണ്ടിട്ടില്ല. നിങ്ങളുടെ ഇൻകം എത്രയാണ്, അള്ളാഹു അത് നോക്കുന്നു പോലുമില്ല. പടച്ചവൻ നോക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങളിലേക്കാണ്, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ, മുഅല്ലിമീങ്ങൾ, പള്ളിയിലെ ഖതീബുമാർ, മുതഅല്ലിമീങ്ങൾ, അവർക്കാണ് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കേണ്ടതെന്നാണ്, പൈസക്കല്ല കൊടുക്കേണ്ടത്. അദ്ദുന്യാ മൽഊനത്തുൻ മൽഊനും മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാഹാ ഔ ആലിമുൻ ഔ മുതഅല്ലിം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദുന്യാ മൽഊനത്തുൻ, ഈ ലോകം ശപിക്കപ്പെട്ടതാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും നമ്മുടെ പറമ്പും നമ്മുടെ സമ്പാദ്യവും വരുമാനം, മക്കളുടെ സാലറിയും അവരുടെ ജോലിയും ഇവിടുന്ന് കിട്ടുന്ന പെൻഷനും എന്തോ ആകട്ടെ, ഇതിലൊന്നും കാര്യമില്ല. മൽഊനും മാ ഫീഹാ, ഈ ലോകത്തുള്ളതെല്ലാം അല്ലാഹു ശപിച്ചു വെച്ച കാര്യങ്ങളാണ്. ഏതൊഴികെ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാഹാ, അള്ളാഹുവിനെ ഓർക്കാനും പടച്ചതമ്പുരാനെ കുറിച്ച് ചിന്തിക്കാനും നിങ്ങളെ സഹായിക്കുന്ന സംവിധാനങ്ങൾ ഒഴികെ. ഔ ആലിമുൻ ഔ മുതഅല്ലിം, ഒരു പണ്ഡിതനോ പഠിതാവായ മുതഅല്ലിമോ ഒഴികെ ബാക്കിയെല്ലാം അഭിശപ്തമാണ് എന്ന് പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നറിയുമോ? പൈസ ഇല്ലാത്തതിന്റെ പേരിൽ, കാശില്ലാത്തതിന്റെ പേരിൽ, നല്ല ഒരു ജോലി കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങളാരും ഡിപ്രഷൻ അടിക്കരുത് എന്ന് പഠിപ്പിക്കാൻ തന്നെ. സമ്പത്തില്ലല്ലോ, വരുമാനമില്ലല്ലോ, കൂടെയുള്ളവൻ ഓടുന്ന പോലെ ഓടാൻ പറ്റുന്നില്ലല്ലോ, അയൽവാസി വാഹനം മാറ്റുന്ന പോലെ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ, എൻ്റെ വീടൊന്ന് പെയിന്റടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊന്നും ചിന്തിച്ച് നിങ്ങളാരും വിഷമിക്കല്ലേ. നിങ്ങൾക്ക് പടച്ചവനെ ഓർക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, അള്ളാഹുവിന് ദിക്ർ ചൊല്ലാനുള്ള നാവുണ്ടെങ്കിൽ, പടച്ചവനോട് നന്ദി പറയാനുള്ള ഹൃദയമുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന മുതഅല്ലിമാണെങ്കിൽ, ആലിമീങ്ങളോട് പണ്ഡിതന്മാരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, ദീനിനോട് നിങ്ങൾക്ക് അഭിനിവേശവും ആദരവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും വലിയ മുതലാളിയാണെന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഫോണ് പഴയ ഫോണല്ലേ, പഴയ മോഡലല്ലേ, ഒന്നും ചിന്തിക്കേണ്ട. അങ്ങനെയൊന്നൊരു സംഭവമില്ല. അതിലൊന്നും ടെൻഷൻ അടിക്കരുത്. എൻ്റെ വീട് ചെറുതല്ലേ. ഞാനൊരു വീട്ടിൽ പണ്ട് ഒരു 10-20 വർഷം മുമ്പ് ദുബൈയിൽ, അവർ മുസ്ലിംസ് ഒന്നുമല്ല, പക്ഷേ അവർ ഗുജറാത്തികളാണ്. അവരുടെ വീട്ടിൽ ചെറിയൊരു ഒരു എഴുതി വെച്ചത് ഞാനിങ്ങനെ ഇപ്പോഴും ഓർക്കുകയാണ്. അവർ ഹൗസ് ഈസ് സ്മോൾ, ഞങ്ങളുടെ വീടൊരു ചെറിയ വീടായിരിക്കാം, സ്റ്റിൽ ദർ ഈസ് റൂം ഫോർ ഫ്രണ്ട്സ്. ഇവിടെ സുഹൃത്തുക്കൾക്ക് ഇരിക്കാൻ, കൂട്ടുകാർക്ക് ഇരിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഞങ്ങളുടെ വീട് ചെറുതാണ്, പക്ഷേ സ്നേഹവും കരുതലും മനസ്സിലുള്ള ആളുകൾക്ക് ഇരിക്കാൻ ഇത് വിശാലമാണ്. അങ്ങനെയാണല്ലോ, മനസ്സ് വിശാലമാകുമ്പോൾ വീട് വിശാലമാകും. നിങ്ങൾ ആലോചിച്ച ഏറ്റവും വലിയ സൗകര്യമുള്ള വലിയ 20,000-30,000 സ്ക്വയർ ഫീറ്റുള്ള വീട് ഉണ്ടാക്കിയ ഒരു വീട്ടുകാരൻ, ആ വീട്ടുകാരൻ ഒരു നല്ല സ്വഭാവമുള്ള വീട്ടുകാരനും, അവിടുത്തെ പെണ്ണ് ആളുകളെ സ്നേഹത്തോടെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഇഷ്ടപ്പെടാത്തൊരു പെണ്ണുമാണെങ്കിൽ ആ വീട് സങ്കുചിതമാണ്. ആരവിടെ ഇരിക്കുക? ആരെങ്കിലും പോവോ അവിടേക്ക്? പോയി നോക്കൂല. നേരെ മറിച്ച് ഒരു കൂരയാണ്, പക്ഷേ ഉള്ള വെള്ളം ചായപ്പൊടി തിളപ്പിച്ചിട്ടെങ്കിലും പഞ്ചസാരയോ ശർക്കരയോ ഇട്ടിട്ടെങ്കിലും ഒരു ചുടുവെള്ളം തരാനേ അവർക്ക് കഴിയൂ. പക്ഷേ അവർ ശുദ്ധമായ ഹൃദയമുള്ള വീട്ടുകാരാണ്. നമ്മളവിടെ ചെല്ലൂലേ, അന്വേഷിക്കൂലേ, അവരെ സ്നേഹിക്കൂലേ? മനുഷ്യന്റെ മനസ്സിനാണ് വിശാലത, ഹൃദയത്തിനാണ് വിശാലത, വീടിനല്ല. വീടിനുണ്ടെങ്കിൽ അതോടൊപ്പം മനസ്സിനും വിശാലത വേണം, അപ്പോഴേ അതുകൊണ്ട് കാര്യമുള്ളൂ. വീട് വിശാലത വേണ്ടെന്നല്ല പറഞ്ഞത്. മിൻ സആദത്തിൽ മുഅ്മിനി അർബഉൻ, ഒരു വിശ്വാസിയുടെ ഏറ്റവും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ, ഈ ലോകത്ത് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളിൽ 4 ഒരു വിശ്വാസിക്ക് അള്ളാഹു അനുവദിച്ച സൗഭാഗ്യങ്ങളാണ്. ഒന്ന്, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യ, വൽ ജാറു സ്വാലിഹ്, നല്ല ഒരു അയൽവാസി, വൽ മർകബുൽ ഹനി, ആശ്വാസമുള്ള വാഹനം, വൽ മൻസിലുൽ വാസിഉ, വിശാലതയുള്ള വീട്. ഇത് 4 ഒരു സത്യവിശ്വാസിക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെന്ന് നബിയുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. നമുക്ക് ലഭിക്കുന്ന വാഹനവും വീടും സൗകര്യങ്ങളും സുഹൃത്തുക്കളും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജോലിയും നമ്മുടെ കച്ചവടവും നമ്മുടെ ഫാക്ടറിയും നമ്മുടെ സൗകര്യങ്ങളും എല്ലാം അല്ലാഹു തരുമ്പോഴും റബ്ബേ ഇതുകൊണ്ടെല്ലാം എനിക്ക് എങ്ങനെയാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള നന്മകൾ ചെയ്യാൻ കഴിയുക എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഈ ലോകത്ത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ആസ്വാദ്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചോളൂ, അതിനും പ്രയാസമില്ല. നല്ല ഭക്ഷണം കഴിക്കുന്നു, വെറൈറ്റി ഫുഡ് വെച്ച് കഴിക്കുന്നു, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്? ധൂർത്ത് ചെയ്യരുത്, ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളും വീട്ടുകാരും നിങ്ങളുടെ അതിഥികളും കഴിക്കാൻ സാധ്യതയുണ്ടോ? നല്ല ഭക്ഷണം ഉണ്ടാക്കിയോ. അതിഥികൾ വരുമ്പോൾ കൂടുതൽ വിഭിന്നമായ ഭക്ഷണങ്ങളും വെറൈറ്റികളും ഒരു മനുഷ്യൻ ചെയ്യുന്നു, അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ കൂലിയുള്ള കാര്യമാണ്. നമ്മൾ ഷിബു സാഹിബിന്റെ വീട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിച്ചത്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ അതിഥികളെ സൽക്കരിക്കുമ്പോൾ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു. സത്യം പറഞ്ഞോട്ടെ, തിരുവനന്തപുരത്തൊന്നും പണ്ട് വരുമ്പോൾ ഭക്ഷണം രുചിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഞാനിത് പറയുന്നത് 96 ഞാൻ അത് പറയാൻ വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. ആ സ്ഥലം എനിക്ക് ഓർമ്മ വരുന്നില്ല. കല്ലമ്പലാണോ വെഞ്ഞാറമൂട് നമ്മൾ ഉള്ളോട്ട് പോയിട്ടാണ്. കല്ലമ്പാറ, അതെ അതെ അതെ. അത് 96 5 ഒക്കെ ആയിരിക്കും. അവിടെ നമ്മളൊരു താജ് സാഹിബ് ഉണ്ട് അല്ലേ? താജ് സാഹിബാണെന്ന് അത് പറയാൻ കൊണ്ടുവന്നത്. അപ്പോഴൊക്കെ നമ്മൾ പിന്നെ കേരളം മൊത്തം പോകാറുണ്ട്. അന്നത്തെ ചെറുപ്പകാലത്ത് 12 11 എന്നൊക്കെ പറഞ്ഞ് കലശിയ കാലം ഉണ്ടായിരുന്നു. അന്ന് യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാ. ഒറ്റ വേദ വെച്ചിട്ടാ പോവുക, 4 എണ്ണം പറയാൻ ഉണ്ടാവില്ല. പിന്നെ ആരും അറിയുന്നില്ലല്ലോ, റെക്കോർഡിംഗ് ഒന്നും ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കുറേ അങ്ങനെ ഓടി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ എന്ത് വെറൈറ്റി ഭക്ഷണം, മാഷാ അല്ലാഹ്. യൂട്യൂബ് വന്ന് കൊറോണയും വന്നതിൻ്റെ കൊണ്ടാണ് അതൊക്കെ ഉണ്ടായത് എനിക്ക് തോന്നുന്നു അല്ലേ? പെണ്ണുങ്ങളൊക്കെ യൂട്യൂബ് അടിച്ച് പഠിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, നല്ല മനോഹരമായ രുചിയുള്ള ഭക്ഷണങ്ങൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിഥികൾക്ക്, നമ്മുടെ വീട്ടുകാർക്ക് നല്ല ഭക്ഷണം വെച്ചു കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. അതൊന്നും ഹറാമെന്ന് പറയാൻ കഴിയില്ല. ഹറാം എപ്പോഴാ? വേസ്റ്റ് ആക്കരുത്, അത് കൊണ്ടുപോയി ഡംപ് ചെയ്യരുത്, ആവശ്യക്കാർക്ക് കൊടുക്കുക ഭക്ഷണം ബാക്കി വന്നാൽ തന്നെയും. വലാ തൻസ നസീബക മിനദ് ദുനിയ. ഈ ലോകത്ത് നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന നസീബുകൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകേണ്ടതില്ല. നിങ്ങൾക്ക് നല്ല വസ്ത്രം ധരിക്കാം, നല്ല വാച്ച് കെട്ടാം, നല്ല ചെരുപ്പ് ധരിക്കാം. അഹങ്കരിക്കരുത്. ഞാൻ ഭയങ്കരമായ ഉഷാറാണ് എന്നൊക്കെ തരത്തിലുള്ള തോന്നലുകളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് മാത്രം. അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലൈവ് ശരി തന്നെയാണോ? ലൈവ് ഓക്കെയാണോ? സൗണ്ട് ഒരു വൈബ്രേഷൻ പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ചില. ഓക്കെയാണ്? ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്ത പോലെ നിങ്ങൾ അല്ലാഹുവിനോടും നന്മ ചെയ്യണമേ. അടുത്ത ക്ലോസ് ആണത്. ആദ്യം പറഞ്ഞു നിങ്ങളുടെ ഏത് സൗകര്യങ്ങൾ ദുനിയാവ് കിട്ടുന്നുണ്ടോ പടച്ചോനെ ലക്ഷ്യമാക്കി ചെയ്തോ. പിന്നെ പറഞ്ഞു ഭൗതികമായ സൗകര്യങ്ങളിൽ ഹലാലുകൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് ബൈക്ക് വേണം, ഹാർലി ഡേവിഡ്സൺ എടുത്തു, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അത് പൊട്ടിച്ചിട്ട് ഉറങ്ങുന്ന കുട്ടികൾ ഉറക്കൊന്നും സ്വീപ്പാക്കരുത്. അത് ആ പകല സമയത്തൊക്കെ ഓടിച്ചോ, നാട്ടും പുറത്ത് കൂടെ ഓടിക്കുമ്പോൾ സൗണ്ടൊക്കെ പൊട്ടിച്ച് പടപെടാന്ന് പോയാൽ ഈ കുഞ്ഞുങ്ങൾ ഉറക്കാൻ പെണ്ണുങ്ങൾ പെടുന്ന പാടെത്രയെന്നറിയോ? അത് ഉണർത്താൻ എത്ര എളുപ്പമാണ്. ബുദ്ധിമുട്ടാക്കരുത്, അത്രയേ ഉള്ളൂ. നിങ്ങളൊരു നല്ല വാഹനം ഓടിച്ചു, നല്ല ബൈക്ക് എടുത്തു, ഒരു കുഴപ്പമില്ല. അഹങ്കരിക്കരുത്, അത്രയേ ഉള്ളൂ. നിങ്ങൾ മുന്തിയ വാഹനം ഓടിക്കുന്നു, ഒരു പ്രശ്നമില്ല. ഖൽബിൽ കിബർ വരരുത്, അഹങ്കാരം വരരുത്. വലാ തൻസ നസീബക മിനദ് ദുനിയ. നിങ്ങൾക്ക് ഭൗതികമായ സൗകര്യങ്ങളിൽ അല്ലാഹു അനുവദിച്ചത് നിങ്ങൾ എടുത്തോളൂ. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. നബിയേ, ജനങ്ങളോട് പറയണേ, കാരുണ്യവാനായ അല്ലാഹു നിങ്ങളോട് ഒരുപാട് നന്മ ചെയ്തവനാണ്. അതുകൊണ്ട് നിങ്ങളും ജനങ്ങളോട് നന്മ ചെയ്യണം. ഈ സമ്പാദ്യം എൻ്റെ മോൻ്റെ സാലറി അത് എനിക്കുള്ളതാ, എൻ്റെ കുടുംബത്തിനുള്ളതാ, നാട്ടുകാർക്കുള്ളതല്ല എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ പടച്ചവൻ തരൂ. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ വരുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് വിശ്വാസി.
വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? അവരോട് ചോദിച്ചു വരുന്നവരോടും യാചിക്കുന്നവരോടും അവർക്ക് കൊടുക്കാൻ സുമനസ് വരും. എന്തുകൊണ്ട്? എൻ്റെ സമ്പത്തിൽ ഈ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്നവനാണ് മുഅ്മിൻ. എങ്ങനെ? നിങ്ങളുടെ സ്വത്തിൽ they have a rights to take some portion of it. നമ്മുടെ സമ്പത്ത് അവർക്ക് ഉപയോഗിക്കാൻ അവകാശമുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ദാനം ചെയ്യുക എന്നല്ല നമുക്ക് വേണ്ടാത്തത് കൊടുത്ത് ഒഴിവാക്കുക. അതല്ല ദാനം. അല്ലെങ്കിൽ വെറുപ്പോടുകൂടെ ഇനി ഒരിക്കലും ആ വീട്ടിന്റെ മുമ്പത്തേക്ക് വരരുത് എന്ന ചിന്തയോടുകൂടെ അതൊന്നുമല്ല ദാനം. ദാനം എന്ന് പറയുന്നത് സ്നേഹത്തിൽ പൊതിഞ്ഞു കൊടുക്കാനുള്ളതാണ്. അത് ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്, അത് പറയാതെ വയ്യ. പക്ഷെ ചൂഷണം ചെയ്യേണ്ടതല്ല അത്. അവിടെ ഒരിക്കലും ഒരിടത്തും ചൂഷണം ചെയ്യരുത്. ദാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലതാവണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ഒരവസ്ഥയിൽ ഒരു കീറിയ ഒരു വസ്ത്രം കയ്യിലുണ്ട്. അന്നൊക്കെ കീറിയ വസ്ത്രം, നമ്മളൊക്കെ ഒരു 10, 15, 20 കൊല്ലം മുമ്പൊക്കെ സൂചിയും നൂലില്ലാത്ത വീടുണ്ടായിരുന്നോ? കീറിയാൽ തുന്നിയിട്ടൊക്കെ അല്ലേ? ഞാനൊക്കെ ദാറുൽ കോളേജ് പഠിക്കുന്ന ഉസ്താദിനൊക്കെ നമ്മളൊക്കെ പഠിക്കാൻ പോകുന്ന കാലത്ത് തുണിക്ക് എത്ര തുന്നുകളാണ്. പ്രത്യേകിച്ച് ഈ സുജൂദ് ചെയ്യുന്ന മുട്ടുമടക്കുന്ന സ്ഥലത്തൊക്കെ പിന്നിച്ചിട്ടുണ്ടാവും. അതൊക്കെ തുന്നി 5ഉം 10ഉം തവണ തുന്നി കീറി പിന്നെ ഒഴിവാക്കുക. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ മക്കൾക്ക് തുന്നാനറിയോ? സൂചി കോർക്കാനറിയോ? സുബ്ഹാനല്ലാഹ് 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 വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വസ്ത്രം അവിടെ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഇബ്നു മസ്ഊദ് കൊടുത്ത ദാനം എന്ന് പറഞ്ഞ് അല്ലാഹു ഉയർത്തി കാണിക്കുമ്പോ ഈ കീറിയ വസ്ത്രം കാണുന്നത് എനിക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് പറഞ്ഞു. മഹാനാണ് തുന്നിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചു. എന്നാൽ കീറിയത് അങ്ങനെ കൊടുക്കണ്ട. കാരണം ഇതൊക്കെ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഇബ്നു മസ്ഊദിന്റെ വക ഒരു കീറിയ കുപ്പായം എന്ന് പറഞ്ഞു കേൾക്കുന്നത് നാണക്കേടല്ലേ? അതുകൊണ്ട് ഞാൻ മുന്തിയതേ കൊടുക്കൂ എന്ന് പറഞ്ഞ മഹാനവറുകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ ദാനശീലനായിരുന്നു. ഒരു പെണ്ണ് ഒരു കപ്പ് പാല് മഹാനവറുകൾക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുകൊടുത്തു. ആ പെണ്ണിന് കൊടുത്തത് 100ഓളം ആടുകളെയാണ്. ഒരു പാവപ്പെട്ട ഉമ്മയാണ്. ഒരു ഗ്ലാസ് പാല് കൊണ്ടുകൊടുക്കുക. നമ്മളെ കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റും എന്ന് ചെയ്യണമെന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ജനറേഷൻ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനാണ്. ഒരു കപ്പ് പാലിന് ഒരു സമ്മാനം തിരിച്ചു കൊടുക്കണ്ടേ? 100 ഒട്ടകങ്ങളെ ആടുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ആ ആടുകൾ മുഴുവനും നിങ്ങളുടേതാണ്, കൊണ്ടുപോയിക്കോളൂ. അപ്പൊ ആരോ പറഞ്ഞു, ഇബ്നു അബ്ബാസ് തങ്ങളെ, ആ ഉമ്മാക്ക് ഒരാടിനെ കൊടുത്താൽ തന്നെ ഉമ്മ ബോധം കെടും. കാരണം ഒരു കപ്പ് പാലിന് ഒരാട് കിട്ടിയാൽ തന്നെ ആ ഉമ്മക്ക് ധാരാളമാണ്. നിങ്ങൾ കൊടുത്തത് 100 എണ്ണമോ? അത്ര വേണ്ടിയിരുന്നോ? അപ്പൊ പറഞ്ഞു, ആ ഉമ്മ അവരുടെ പരിധിക്കനുസരിച്ചാണ് നമുക്ക് തന്നത്. ഒരു കപ്പ് നമ്മുടെ പരിധിക്കനുസരിച്ചല്ലേ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ മഹാൻ മുദർരിസാണ്. ശിഷ്യന്മാർക്ക് മുഴുവനും ചെലവ് ഇബ്നു അബ്ബാസ് തങ്ങളാ ചെയ്തിരുന്നത്. 30ഓളം കൊല്ലം ശിഷ്യന്മാരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും കമ്മിറ്റിക്കാരിലും മഹല്ലുമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി തങ്ങളുടെ പിതാവിന്റെ അനുജൻ, അബ്ബാസ് തങ്ങളുടെ മകൻ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഇന്ന് ത്വായിഫിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അത്രയും കച്ചവടം ചെയ്തിരുന്നു. ഒരു ബിസിനസ് ചെയ്തവരായിരുന്നു. ഒന്നും കുഴപ്പമില്ല. വലാ തൻസ നസീബക മിനദ് ദുനിയ ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك. അല്ലാഹു നിങ്ങളോട് ഉപകാരം ചെയ്തവനല്ലയോ? നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും ഒരു ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രായമുള്ള ഒരു ഉമ്മക്കോ ഉപ്പക്കോ ഒരു രോഗിയായ ആൾക്കോ വെച്ചു കൊടുക്കുമ്പോഴാണ് 5 പൈസ ചെലവില്ലാതെ നമ്മൾ ഇൻഹെയിൽ ചെയ്തിരുന്ന നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ വില എത്രയാണെന്ന് ഓർമ്മ വരുന്നത് അല്ലേ? നമ്മൾ അറിയുന്ന പോലുണ്ടോ? ഉറങ്ങുമ്പോൾ നമ്മൾ ശ്വസിക്കുന്നില്ലേ? നമ്മുടെ ബ്രെയിൻ ഉറങ്ങുകയാണ്. നമ്മുടെ ശരീരം തളർന്നു കിടക്കുകയാണ്. ശ്വസിക്കണമെങ്കിൽ, ബോധം വേണമെങ്കിൽ നമ്മളൊക്കെ മരിച്ചു പോകൂലേ? ഉറങ്ങി മരിച്ചു പോകൂലേ? നമ്മളറിയാതെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ സിലിണ്ടർ വേണം ഇനി ഉമ്മാക്ക് നിലനിൽക്കാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേയ്മെന്റ് കൊടുക്കുമ്പോൾ അറിയും, പടച്ചവനെ, ഇതായിരുന്നോ ഞാൻ 5 പൈസ ചെലവില്ലാണ്ട് കൊണ്ടുനടന്ന്. കിഡ്നി മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓടുകയാണ്.
അല്ലേ? അള്ളാഹു ശമനം നൽകട്ടെ. ലിവർ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ തളരുകയാണ്. ബ്രെയിനിന് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്നു. ഹാർട്ടിന് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ചു. ഇതൊന്നും ഒരു മെയിൻ്റനൻസ് പോലും ആവശ്യമില്ലാതെ അള്ളാഹു നിങ്ങൾക്ക് നടത്തിത്തരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിനാണ് രോഗികളെ നമ്മുടെ മുമ്പിലേക്ക് പടച്ചവൻ കാണിച്ചു തരുന്നത്. ആരോഗ്യമുള്ളവർക്ക് എനിക്കൊന്നും കിട്ടിയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് എത്ര പൈസ കൊടുത്താൽ നിങ്ങൾ വിൽക്കും? എത്ര കോടി തരാന്ന് പറഞ്ഞാൽ കൊടുക്കും? നിങ്ങളുടെ കണ്ണ് കൊടുക്കോ? ആ 2 കണ്ണുകളുടെ വില കോടികളല്ല, അതിനപ്പുറമാണ്. അതിനൊരു കുഴപ്പമില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ അനുഗ്രഹത്തിലാണ്. നമ്മുടെ ഹാർട്ടിന്, നമ്മുടെ കൈകാലുകൾക്ക് ബെഡ്റിഡനായി കിടക്കുന്ന, ബെഡിൽ കിടക്കുന്ന രോഗികളെ നമ്മൾ ചെന്ന് കാണണം. RCCയിൽ നമ്മുടെ തൊട്ടടുത്തല്ലേ? അള്ളാഹുവേ, നീ എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ റബ്ബേ. തിരുവനന്തപുരത്ത്, നമ്മുടെ കൊല്ലത്ത്, നമ്മുടെ അടുത്തടുത്ത് ആറ്റിങ്ങൽ, എത്രയെല്ലാം ഹോസ്പിറ്റലുകളിൽ രോഗികൾ കിടക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ ഒന്ന് പോയി നോക്കുമ്പോഴല്ലേ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, do good to people as Allah has done to you. അള്ളാഹു നിങ്ങൾക്ക് നന്മ ചെയ്ത പോലെ ജനങ്ങൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. നോക്കണം, സമ്പാദിക്കണം, പൈസ ഉണ്ടാക്കണം എന്ന് പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഒരു ഭാഗത്ത് നമ്മുടെ മക്കൾ പഠിക്കുമ്പോ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, do favor to your community, give back to your people. ജനങ്ങൾക്ക് കൊടുക്കണം, സമൂഹത്തിന് നൽകണം, നീ ജനങ്ങളെ സേവിക്കണം. serve them, help them, cherish them, care for them കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹു നിന്നോട് നന്മ ചെയ്ത പോലെ കരുണയും സഹായവും ഒരു താങ്ങും ആശ്രയിക്കുന്ന എത്രയോ ആളുകൾ നിനക്ക് ചുറ്റുമുണ്ട്. കണ്ണ് തുറക്ക്, കണ്ണ് തുറക്ക്. കണ്ണ് തുറന്നാൽ പടച്ചതമ്പുരാന്റെ സാന്നിധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. രോഗികളുടെ അടുത്ത് പടച്ചവനുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുജൂദൻ യലീഖു ബിജലാലില്ലാഹി സുബ്ഹാന. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും റഅഫത്ത് കൊണ്ടും കരുണ കൊണ്ടും രോഗിയുടെ കൂടെ പടച്ചവനുണ്ട് എന്ന് അല്ലാഹു ചോദിക്കും അത്രേ നാളെ പരലോകത്ത്. ജുഅ്തു വലം തുത്ഇംനി, എനിക്ക് വിശന്നപ്പോൾ നീ എന്തേ എനിക്ക് ഭക്ഷണം തരാതിരുന്നത്? ളമഇതു ഫലം തസ്ഖിനി, എനിക്ക് ദാഹിച്ചപ്പോൾ നീ എന്തേ എനിക്ക് വെള്ളം തരാതിരുന്നത്? അല്ലാഹുവിനോട് പടപ്പുകൾ മനുഷ്യർ ചോദിക്കുമത്രേ, യാ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നിനക്ക് വിശക്കുകയോ നിനക്ക് ദാഹിക്കുകയോ? എന്റെ സൃഷ്ടിയായ എന്റെ അടിമയായ ഇന്നാലിന്ന ആണ്, ഇന്നാലിന്ന പെണ്ണ് നിന്റെ ചുറ്റുവട്ടത്ത്, നിന്റെ കൺമുമ്പിൽ, നിന്റെ മഹല്ലിൽ, നീ അറിയുന്നിടത്ത്, നിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടില്, നീ അറിയുന്നിടത്ത്, നിന്റെ ബന്ധുക്കളിൽ പാവപ്പെട്ട ആളുകൾ പട്ടിണി കൊണ്ട് വിഷമിച്ചപ്പോൾ നീ ഭക്ഷണം കൊണ്ട് ധൂർത്ത് കാണിച്ചില്ലയോ? നീ എന്തുകൊണ്ട് അവർക്ക് അന്നം കൊടുത്തില്ല? അത് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ പ്രതിഫലം നിനക്കിവിടെ കിട്ടുമായിരുന്നു. ഇന്ന് എനിക്ക് വസ്ത്രമില്ലാതിരുന്നപ്പോൾ നീ എനിക്ക് വസ്ത്രം തന്നില്ലയോ? പടച്ചവനെ, നിനക്കെങ്ങനെയാണ് വസ്ത്രമില്ലാതെയാവുന്നത്? വഅൻത റബ്ബുൽ ആലമീൻ, നീ ലോകത്തിന്റെ രക്ഷിതാവല്ലയോ പടച്ചവനെ? അതെ അതെ, ഒരു യൂണിഫോം വാങ്ങിക്കാൻ വകയില്ലാതെ സ്കൂളിൽ പോകാൻ വിഷമിച്ചിരുന്ന കുട്ടികൾ, വസ്ത്രം വാങ്ങിക്കാനില്ലാതെ പെരുന്നാളിന് പുതുവസ്ത്രം ഇട്ട് നടന്നപ്പോ, ഒരു കല്യാണത്തിനും ഒരു സദ്യക്കും പോകാൻ മടി കാണിച്ച മക്കള് എന്തേ വർഷങ്ങളായിടുന്ന ഒരു ചുരിദാറേ ഉള്ളൂ, ഒരു പർദ്ദയേ ഉള്ളൂ, ഒരു വസ്ത്രമേ ഉള്ളൂ. പുതിയൊരു വസ്ത്രമില്ലാതെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷന് പോവുക എന്ന് നാണിച്ച് മടിച്ച്, അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രമില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നപ്പോൾ അലമാരകൾ നിറച്ചു വെച്ചവരല്ലയോ നിങ്ങൾ? ഓരോ വസ്ത്രത്തിലേക്കും മാച്ച് ചെയ്യുന്ന ചെരുപ്പുകൾ, അലമാര നിറയെ, ഷൂറാക്ക് നിറയെ ചെരുപ്പുകൾ ഒരാൾക്ക് മാത്രം. നിങ്ങളുടെ ഡ്രോവറുകൾ മുഴുവനും ഓരോന്നിനും മാച്ച് ചെയ്യുന്ന ഓർണമെന്റ്സുകൾ, ആഭരണങ്ങൾ, ഫാൻസികൾ, ഇതെല്ലാം നിങ്ങൾ കുത്തി നിറച്ച് വെച്ചപ്പോഴും നിങ്ങളുടെ കൂടെ പഠിച്ച കുട്ടിയെ, നിങ്ങളുടെ അയൽവാസിയായ ഒരു കുട്ടിക്ക്, നിങ്ങളുടെ നാട്ടുകാരനും ബന്ധുവുമായ നിങ്ങളുടെ അയൽവാസിയോ നിങ്ങളുടെ പരിചയത്തിലോ ഉള്ള ഒരാൾക്ക് ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ എന്തേ നിനക്ക് സാധിക്കാതെ പോയത്? നീ അത് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നിനക്ക് ഞാൻ കൂലി തരുമായിരുന്നു. നീ എന്തുകൊണ്ടത് ചെയ്തില്ല?
ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് അൽ അൻസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഞാൻ ഇവിടെ വിചാരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ പേഴ്സണലി ഇതൊക്കെ ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഈ സംഘടനയുടെ കൂടെ നിൽക്കുക, അവരെ സഹായിക്കുക, അവരെ നമുക്ക് വക്കാലത്തായിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.